BJP ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ സീസ കോൺഗ്രസിൽ വോട്ട് ചെയ്ത് കുറച്ച് ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ ക്ഷേമ നടപടികളുടെ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ ആ ആനുകൂല്യങ്ങൾ മുടങ്ങിപ്പോയപ്പോ അതിലുള്ള പ്രതിഷേധം കൊണ്ട് വോട്ടേണ്ട ഗവൺമെന്റിന്റെ വോട്ടുള്ളത്. ആ ആനുകൂല്യങ്ങൾ തുടർച്ചയായി കിട്ടിയാൽ ആ പ്രതിഷേധം തീരും. പെൻഷൻ, മാവേലി സ്റ്റോറുകളുടെ സാധനം, നേരത്തെ പറഞ്ഞ ചില വിഭാഗത്തിന്റെ ശമ്പളത്തിൽ വന്ന വീഴ്ച, ക്ഷേമനിധികളുടെ പ്രവർത്തനം, ഇതിലൊക്കെ വന്ന തടസ്സങ്ങൾ ഈ ഗവൺമെന്റിന്റെ പോരായ്മയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു പ്രതിഷേധം കാണിച്ച ആളുകളുണ്ട്. ആ പ്രതിഷേധമൊന്നും ഭരണത്തിനെതിരായ ഒരു വികാരമല്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭരണം പോലെ അടുപ്പത്ത് വരണം. അക്കാലത്തുണ്ടായിരുന്നു നമ്മുടെ സഹോദരിമാർക്ക് റോഡിൽ പോകാൻ പറ്റുമായിരുന്നു. ഉമ്മൻചാണ്ടി തന്നെ വൃത്തികെട്ട സ്വഭാവം കാണിച്ചു മനസ്സിലെ അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയതുകൊണ്ട് ആ വൃത്തികേടൊന്നും ഇല്ലാണ്ടാകുന്നില്ലല്ലോ. ഈ രാജ്യം എത്ര ചർച്ച ചെയ്ത അഴിമതി കുടിച്ച ഒരു ഗവൺമെന്റ് ആയിരുന്നില്ലേ UDF? എത്രയെത്ര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ കാലത്തുണ്ടാക്കിയ പാലങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടല്ലേ. കമ്പി ഇല്ലാത്തതുകൊണ്ട്, സിമെന്റ് ഇല്ലാത്തതുകൊണ്ട്. ഞാനത് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം പവർ കട്ട്, ലോഡ് ഷെഡിങ്, എന്തൊക്കെ പേരിലാണ് കണ്ടുപോയിരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പൊ സീറ്റില്ല പറഞ്ഞ സമരമുണ്ട്. ഇവിടെ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിർമ്മൽ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു കുട്ടിയെ 2ാം കൊല്ലം ഉമ്മൻചാണ്ടി വരെയാണ് ഞാൻ പോയി ചേർന്നു. കോൺഗ്രസ്സുകാരന് മോനായിരുന്നു. 1ാം കൊല്ലത്തെ പഠിപ്പുണ്ടായിരുന്നില്ല. നോക്കണോ, ഉമ്മൻചാണ്ടിയുടെ സ്വന്തം ആളുടെ മകനായതുകൊണ്ട് 1ാം കൊല്ലത്തെ പഠിപ്പില്ലാണ്ട് 2ാം കൊല്ലം ചേർക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഒരു ശുപാർശയാണ്. വലിയ സമരണത്തിലില്ല ആ കുട്ടിയെ കോളേജിൽ പുറത്താക്കേണ്ടി വന്നത്. എന്തൊക്കെയാണ് ഈ കേരളത്തിലാക്കാൻ ഞാനെല്ലാം പറഞ്ഞത് സമയം പോകുന്നില്ല. അതിൽ വ്യത്യസ്തമായ ഒരു ഗവൺമെന്റ് തന്നെയാണ് ഈ കേരളത്തിലുള്ളത്.